ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് സ്കാറ്ററിംഗ് ആയിരുന്നു. വി ഗോൺ ഫോർ എ ലോ എനർജി സ്കാറ്ററിംഗ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോൺസ് അല്ലേ. വി ഡിസ്കസ്ഡ് ദിസ് ന്യൂക്ലിയോൺ scattering ആണ് ചെയ്തത്. And we discussed it for L equal to 0, low energy, for the low energy scattering. So low energy scattering ആവണമെങ്കിലുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, the kinetic energy should be far below 220 MeV. Should be much less than this 20 MeV. We got it from the calculations. And that we solved the Schrodinger equation, and we got a transcendental equation which connecting the K1 and K2. അതാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ഡിറൈവ്. അപ്പം so region 1 and region 2 അല്ലേ, you have a second time. യെസ്, ഈ ഹാവ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ഉള്ള റീജിയൻ ഉണ്ടായിരുന്നു, ഇല്ലാത്തൊരു റീജിയൻ ഉണ്ടായിരുന്നു. അപ്പം പൊട്ടൻഷ്യൽ ഉള്ള റീജിയനുള്ള ഒരു K1 K2 തമ്മിൽ ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ ഇക്വേഷൻ എങ്ങനെയാണ് ഏകദേശം, K2 കോട്ട് K2 R plus delta, okay, which is equal to K1 cot K1 R. So this is obtained from the boundary condition R equal to capital R, like R equal to capital R boundary condition ആണ് നമുക്ക് കിട്ടിയത്. The wave function should be continuous and its derivatives will also be continuous at the boundaries എന്ന് പറഞ്ഞിട്ടാണ്. So the potential is assumed to be, it is a fixed potential which ends at R equal to R എന്നുള്ള അസംഷനിലാണ് ചെയ്തത്. Okay, so I remind you what are K1 and K2. എന്തായിരുന്നു K1 and K2 എന്ന് കൂടെ ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുന്നതാണ്. Okay, K2 was square root of 2me by h cross square, and I think this was 2me plus v0 by h cross square അല്ലേ. സാർ, ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജി ലെസ് ദാൻ 20 MeV ആണെങ്കിലാണ് നമ്മുടെ ഈ അസംഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ. ഈ കൈനറ്റിക് എനർജി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി അല്ലേ അതെ ഇത്? അതെ അതെ, അത് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളെന്താ, നമ്മുടെ കൺക്ലൂഷൻ എന്താ അതിന്? ലോ എനർജി സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കാറ്ററിംഗ് സെന്ററിലേക്ക് നിങ്ങൾ വിടുന്ന പാർട്ടിക്കിൾസിന്റെ എനർജി 20 MeV ഒക്കെ കുറവാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന തിയററ്റിക്കൽ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പൊ അതിൽ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അതിൽ കൂടുതലാണെങ്കിൽ ഹയർ എൽ വാല്യൂസ് വരും. ഓക്കെ, അല്ല അപ്പം ന്യൂക്ലിയർ സ്കാറ്ററിംഗ് അപ്പോഴും ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അതിനെപ്പറ്റി അപ്പൊ നമ്മൾ പഠിക്കുന്നില്ലേ? ആദ്യം നമ്മളിപ്പോൾ ലോ എനർജി പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ലോ എനർജിയുടെ അതായത് ഇതിപ്പോൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ലോ എനർജി സ്കാറ്ററിങ്ങിൻ്റെ ഈ തിയറിയും അതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫും കൂടി മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അത് പറയാൻ വേണ്ടി പോകുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ ഹയർ എനർജി സ്കാറ്ററിങ്സ്, അതിന് ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദിസ്. ഈ പറയുന്ന എൽ ഈക്വൽ ടു വാല്യൂസ് വരുന്ന സമയത്ത് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷനിലൊക്കെയും ആ എൽ ഉണ്ടാവും. ഇത്ര എളുപ്പത്തിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലോവർ എനർജി സ്കാറ്ററിങ്ങിൽ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ നേച്ചർ തന്നെയാണ് നമുക്ക് ഹയർ എനർജി സ്കാറ്ററിങ്ങിൽ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും. കാരണം വൺസ് ലോ എനർജിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ന്യൂക്ലിയർ ഫോഴ്സ് സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓൾ എൽ വാല്യൂസ് ഇറ്റ് ഷുഡ് ബി സ്പിൻ ഡിപ്പെൻഡൻറ്റ് എന്നാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ദിസ് K1 is somewhat 2m into E plus V0 by h cross square. Okay. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ചെയ്തിട്ട് വെച്ചത്. ഓക്കെ.
Yeah. Okay. അപ്പോൾ നമ്മൾ പറയുന്നത് the effect of this scattering potential is basically a phase shift actually, that's a delta. Okay. ഓക്കെ. അപ്പം അത് നമുക്ക് സ്കാറ്ററിങ്ങിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം. സോ ദിസ് ഈസ് ആക്ച്വലി എ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ, ദിസ് വൺ. ഓക്കെ. സോ ഫോർ എ ഗിവൺ ഇ, റൈറ്റ്, ഫോർ a given E, comma V0 and R, we can in principle solve delta. ഓക്കെ. നമുക്ക് പറയുന്ന ഈ ഫേസ് ഷിഫ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫേസ് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് വെച്ചിട്ട് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എഴുതുന്ന ഒരു പരിപാടി നമ്മൾ പണ്ട് സ്കാറ്ററിംഗിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്. ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇയും ഇ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കൽ എനർജി ദാറ്റ് യു ക്യാൻ ഫിക്സ്. ഓക്കെ. ഇറ്റ്സ് ലെസ് ദാൻ 20 MeV, മേ ബി 2 or 3 MeV, ദാറ്റ്സ് ഫൈൻ. V0 ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ -35 MeV ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂക്ലിയർ റേഡിയസ് ഇൻ സം ഫെർമീസ്, അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ പ്രിൻസിപ്പിൾ യു ക്യാൻ ഫൈൻഡ് ദിസ് ഡെൽറ്റ. ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റയിൽ നിന്ന് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എഴുതുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. ഡെൽറ്റ എല്ലിൻ്റെ ടേംസിൽ, ഓക്കെ, പാർഷ്യൽ വേവ്സിൻ്റെ ടേംസിൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ആ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വി മാച്ച് വിത്ത് ദി എക്സ്പെരിമെൻ്റൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ദി ഓവറോൾ ഐഡിയ ഓഫ് ദിസ് ടോപ്പിക്. ഓക്കെ. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, വി ക്യാൻ ഇൻ പ്രിൻസിപ്പിൾ സോൾവ് ഫോർ ഡെൽറ്റ. So before we discuss the methods for extracting the parameters delta, we examine how delta enters the solution of the Schrodinger equation. എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ചെറിയ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, and I will explain that. Okay. So what happens if K1 V0 tends to 0? This V0 tends to 0 ആവുന്ന സമയത്ത് എന്തുണ്ടാവും, this is 2 ME by h cross square മാത്രമാവും അല്ലേ. So this K1 will become K2. So what happens to this term then? So K1 cot K1R will be K2 cot K2R അല്ലേ. K2R plus delta എന്നുള്ള രീതിയിൽ വരും. സോ ഒബ്വിയസ്ലി ദിസ് ഡെൽറ്റ വിൽ ബി 0 at that time. ഓക്കെ. ബിക്കോസ് കോട്ട് K2R plus delta will be equal to കോട്ട് K2R അല്ലെങ്കിൽ കോട്ട് K1R plus delta equal to കോട്ട് K1R. K1 ഉം K2 സെയിം ആവും എന്താവുന്ന സമയത്ത്, V0 0 ആവുന്ന സമയത്ത്. സോ ആക്ച്വലി ദർ വിൽ ബി നോ ഫേസ് ഷിഫ്റ്റ്. ദിസ് ഡെൽറ്റ വിൽ ഗോസ് ടു 0 at that time, ആൻഡ് ദാറ്റ് ഈസ് ഒബ്വിയസ്. കാരണം നമുക്ക് ഇവിടെ ഒരു സ്കാറ്ററിംഗ് സെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ. നമുക്കൊരു you have an incident particle is coming, and the effect of this is it is scattered, it is phase shifted by an amount plus delta, and that is because of the scattering potential V0. So what happens if you minimize this V0, that's why this delta also got minimized. Okay. Okay. ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഞാൻ ആദ്യം ഇത് വായിക്കാം, നമുക്ക് എഴുതാം. So if there is no potential, there will be a free particle solution അല്ലേ, പാർട്ടിക്കിൾ ഒന്നും ഇല്ലാതെ ഇപ്പോൾ. ഓക്കെ. So the effect of V0 on the wave function is we will show that. Okay. So what happens if this is attractive potential and what happens if this is a repulsive potential എന്നാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ല, ഞാനൊരു ചിത്രം വരയ്ക്കാം. എന്താണ് വരയ്ക്കുന്നത് പറയാം. അപ്പം of course you have well okay. So this is a potential well at R equals R. Okay. So we are going to plot the wave functions U of R at
അപ്പോൾ ഇതിലൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്, വെല്ലുണ്ടെന്ന് വിചാരിക്കുക. വെല്ലിൻ്റെ പുറത്തും അകത്തും എങ്ങനെയാണ് പാർട്ടിക്കിൾ പോകണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ സോ ദിസ് ഈസ് ദ പോയിന്റ് at r equal to r. Okay, so if there is no potential, if v0 equal to 0 equal to 0 ആവുന്ന സമയത്ത് നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി ഓസിലേറ്ററി ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ഞാൻ രണ്ട് തരത്തിൽ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ വയ്ക്കുന്നു. ഒന്ന്, ഐ ക്യാൻ ഹാവ് ആൻ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ. അനദർ വൺ, ഐ ക്യാൻ ഹാവ് എ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. എന്തായിരിക്കും അട്രാക്റ്റീവ് പൊട്ടൻഷ്യലും റിപ്പൾസീവ് പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം? Attractive potential means you have putting a minus V0 here, a minus V0 as a well kind of thing. Okay, ഇങ്ങനെ ഒരു സാധനമായിരിക്കും attractive potential വെക്കാം. Okay, and repulsive potential is something like a plus V0, that will be something like, okay, so both of this give you scattered states, no doubt at all. And here it is V0 equal to 0, that is a flat surface. Okay, അപ്പം ഇതിൽ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ വിൽ ബി ലാർജർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഹിയർ ദ ഫേസ് ഷിഫ്റ്റ്, okay, so here the phase shift is 0, there is no phase shift because there is no potential. Here phase shift is greater than 0, and obviously here phase shift will be less than 0. Okay, അപ്പം ആ ഫേസ് ഷിഫ്റ്റ് എങ്ങനെയാണ് മാറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ ആക്ച്വൽ വേവ് ഇവിടെ നിന്ന് എത്തുമ്പം ഉണ്ടാവുന്ന ഈ ക്വാണ്ടിറ്റി കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ വരച്ച് നോക്കാം. Okay, here it is delta is less than 0, means this is a little bit elongated. Okay, നമ്മൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഈ നോഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ നോഡ് ഇരിക്കുന്നത്. ആ നോഡ് കുറച്ചും കൂടെ അല്ലേ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് വൈ ദ ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഹിയർ ദ നോഡ് ഈസ് ഷിഫ്റ്റഡ് ടു ദി അതർ സൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഡെൽറ്റ ഈസ് ലെസ് ദാൻ 0. സോ ദിസ് ഈസ് ദി എഫക്റ്റ് ഓഫ് attractive potential. If you have minus delta 0, you have a delta which is greater than 0, means your node will be pulled towards this scattering center. Okay, on the other hand, if you have a repulsive potential, you have a phase shift which is delta which is less than 0, means this node is pulled away from the r equal to r point or whatever. Okay, so ingane the effect of scattering potential is to shift the phase of the scattered wave at points beyond the scattering regions. Okay, where the wave function is that of a free particle. Okay, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭാഗത്താണ് എന്തുള്ളത്, ഇത്രയും ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉള്ളത്. ആ പൊട്ടൻഷ്യൽ കഴിഞ്ഞാലുള്ള റീജിയനിൽ ഇതൊരു ഫ്രീ പാർട്ടിക്കിളാണ്. ആ ഫ്രീ പാർട്ടിക്കിളിലുള്ള വേവ് ഫംഗ്ഷനിൽ ഈ പറയുന്ന ഫേസ് ഷിഫ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം. സോ ഇഫ് യു ആർ മെഷറിംഗ് ഫ്രം ദിസ് പോയിന്റ്, you are noting no phase difference at all, then you can identify that the V0 is 0 here. And if you are observing this wave from this point, okay, after the scattering, then you can say that there is a phase shift of delta which is greater than 0 here, and you can assume that there is an attractive potential which causes some scattering at this point. Okay,
And if you are measuring this wave from this point, then you can identify the wave phase shift is something less than 0. Then you can assume that there is a scattering of a plus V0, which is a repulsive potential happen here. Okay. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഫേസ് ഷിഫ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഫിസിക്കലി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ. ഒരു സെക്കൻഡ്. സാർ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ലെസ് ദാൻ 0യും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0, അങ്ങനല്ലേ സാധാരണ വരുന്നത്? ഇതാണ് ഇവിടുത്തെ കൺവെൻഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മൈനസ് V0 പ്ലേറ്റ്. മൈനസ് V0 ആണെന്ന് തോന്നുന്നു. മൈനസ് V0 എന്ന് പറയുന്നത് ഈ മുകളിലോട്ടുള്ള ആക്സിസ് അല്ലേ? അതെ. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ മറ്റേ ആക്സിസ് അല്ലേ? അതായത് അതിന് ഒറിജിനലുമായിട്ടുള്ള ഷിഫ്റ്റ് ആണ് നോക്കുന്നത്. ഒറിജിനലുമായിട്ട് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇച്ചിരിയും കൂടെ കൂടിയില്ലേ? നോഡ് നേരത്തെ വന്നില്ലേ? അതെ. നോഡ് നേരത്തെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ ഫേസ് ഷിഫ്റ്റ് വിച്ച് ഇസ് സം മോർ ഫേസ് ഷിഫ്റ്റ് എന്നല്ലേ അർത്ഥം? ഇവിടെ നോക്കൂ, ഇവിടെ ഈ നോഡ് എന്ന് പറയുന്നത് നോഡ് നേരത്തെ വരിക ചെയ്തത്. നോഡ് നേരത്തെ വരുന്നതുകൊണ്ടാണ് ഫേസ് ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയത്. നേരത്തെ ആദ്യം നോഡ് വന്നു. ഇവിടെ നോഡ് വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് ഫേസ് ഷിഫ്റ്റ് ഇസ് ലെസ് ദാൻ 0. ഓക്കെ. നിങ്ങൾക്ക് സാധാരണ ഒരു സൈൻ കർവ് വരച്ചിട്ട് നോക്കി നോക്കാം അതിന്റെ ഫേസ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകുന്നത്. ഓക്കെ. സോ ഇതിനെ ഒരു സാധാരണ സ്കാറ്ററിങ് വെച്ച് നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം എന്നാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അതിൽ ഈ എല്ലാ സ്റ്റെപ്പും ഒന്നും എഴുതണ്ട. കുറേയൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അത് അങ്ങനെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം. കാരണം യു ഹാവ് ടു ഗിവ് മോർ സ്ട്രെസ് ടു ദി ന്യൂക്ലിയർ ആസ്പെക്ട്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ചും കൂടി സ്റ്റെപ്പ് എഴുതാം. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ സാധാരണ ക്ലാസിക് സ്കാറ്ററിംഗ് തിയറിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ സ്കാറ്ററിംഗ് തിയറിയിൽ നമുക്കൊരു ഇൻസിഡന്റ് വേവ് ഉണ്ടാവും, ഒരു സ്കാറ്റേർഡ് വേവ് ഉണ്ടാവും അല്ലേ? യു ഹാവ് എ ഇൻസിഡന്റിന്റെ ഒരു J² ഉണ്ടാവും, സ്കാറ്ററിംഗിന് ഉണ്ടാവും. സോ യു ക്യാൻ ഫൈൻഡ് ദിസ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആൻഡ് ഓൾ. ഓക്കെ. സോ ലെറ്റ് us briefly discuss that. Okay. So for a general quantum mechanical scattering, you can say that you have a psi incident which is a superposition of the incoming and the outgoing waves. Okay. അപ്പം അതെന്ന് പറയുന്നത് ഇൻകമ്മിങ് സ്പെറിക്കൽ വേവുകളാണ് നമ്മൾ എഴുതുക. ഒന്ന് e⁻⁴ e⁻⁻⁴ ലീനിയർ സൂപ്പർപൊസിഷൻ ആയിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ. ആൻഡ് ഐ ആം യൂസിങ് ദിസ് സൂപ്പർപൊസിഷൻ ഹിയർ. ഇറ്റ് ഈസ് സം a/2ik and some -a/2ik as the superposition coefficients. Okay. Just don't mind. ആദ്യം നോക്കി ഇത് മാത്രം മതി. ഒരു e⁻⁴ ഉണ്ട്. that is an outgoing spherical wave. Okay. Why it's a spherical wave? This is a r here. Okay. This is an incoming spherical wave. Okay. And this, of course, this minus sign keeps the value finite at r equal to 0. r equal to 0 ഇത് ഒരിക്കലും ബ്ലോ അപ്പ് ചെയ്യില്ല. കാരണം ഇവിടെ 0 ആണെങ്കിലും യു ഹാവ് എ മൈനസ് സൈൻ ഹിയർ. അപ്പോൾ ഇതിനൊന്ന് കോമൺ ആക്കി ടെക്സ്റ്റിൽ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു psi incident equal to some a/2ik into
e raised to I kr over r minus e raised to minus I kr over r. അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദിസ് വേവ് ഫംഗ്ഷൻ ഇഫ് the effect of scattering. Okay, so all that can result from the scattering is a change in the phase of the outgoing wave, അല്ലേ? So scattering, സാർ നമ്മൾ സ്കാറ്ററിംഗിലെ yes, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഇൻകമിങ് വേവ് പ്ലെയിൻ വേവ് ആയിട്ടല്ലേ എടുത്തേ? എന്നിട്ട് ഇൻകമിങ് വേവ് പ്ലെയിൻ വേവും പിന്നെ പോകുന്ന എടുക്കുക. പക്ഷെ നമുക്ക് അവസാനം സ്പെറിക്കൽ ഹാർമോണിക്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇൻകമിങ്ങും സ്പെറിക്കൽ വേവ് ആക്കി എഴുതിയിട്ടുണ്ട്, പ്ലെയിൻ വേവിനെ സ്പെറിക്കൽ വേവ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അവസാനം സ്പെറിക്കൽ ഹാർമോണിക്സ് വെച്ചിട്ട് സ്കാറ്ററിംഗിൽ. ഓർമ്മയുണ്ടോ? എന്നാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ വെച്ചിട്ട് ഇ റേസ് ടു ഐ കെ സെറ്റിനെ യു ക്യാൻ റെപ്രസെന്റ് ആസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് സ്പെറിക്കൽ വേവ്സിന്റെ ആക്കി എഴുതാം. അതിനെന്തൊരു ഇക്വേഷന് പേര് പറയും. ഒറ്റ സെക്കൻഡേ, എൻ്റെ കയ്യിൽ ഇപ്പം ബുക്ക് ഇരിക്കുള്ളൂ. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാണ്ടം സ്കാറ്ററിങ്ങിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടേണ്ടതാണ്. നമ്മൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ തുടക്കത്തിൽ അന്ന് ഇ റേസ് ടു ഐ കെ സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. ഇ റേസ് ടു ഐ കെ സെറ്റിനെ സ്പെറിക്കൽ വേവുകളുടെ സൂപ്പർ പൊസിഷൻ ആക്കി എഴുതുന്നതിന് റെയ്ലീസ് ഫോർമുല എന്നാണ് നമ്മൾ അന്ന് വിളിച്ചത്. ഓർമ്മയുണ്ടോ? സോ വി റോട്ട് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എൽ തീറ്റ ആൻഡ് ഓൾ. ആ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതിനെ ഓഫ് കോഴ്സ് മേ ബി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇൻകമിങ് സ്പെറിക്കൽ ഔട്ട് ഗോയിങ് സ്പെറിക്കൽ എന്നുള്ള അസംഷനിൽ പറയുന്നു. ഓക്കെ ഓക്കെ സോ ദ എഫക്റ്റ് ഓഫ് സ്കാറ്ററിംഗ് ഹിയർ വിൽ ബി scattering will do some phase shift in the outgoing wave. അപ്പം നോക്കൂ, psi of r ഞാൻ എഴുതുകയാണെങ്കിൽ psi of r is equal to I'm writing the same coefficient to ik. What will be the change here? So we have e raised to I kr by r. ഇതാണ് ഔട്ട്ഗോയിങ് വേവ്. ആ ഔട്ട്ഗോയിങ് വേവിൽ യു ഹാവ് എ ഫേസ് ഷിഫ്റ്റ്. സോ ദാറ്റ് ഈസ് സം സാർ അത് സൈ എന്ന് പറയുന്നത് എന്തിന്റെ വേവ് ഫംഗ്ഷനാണ്? സൈ എന്ന് പറയുന്നത് ടോട്ടൽ വേവ് ഫംഗ്ഷൻ ആണ്. ഇൻകമിങ് പാർട്ടിക്കിളിന്റെയും ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിന്റെയും വേവ് ഫംഗ്ഷൻ ആദ്യത്തെ. ഓക്കെ, സൈ ഇൻകമിങ് എന്ന് എഴുതാൻ പറ്റുമോ? സൈ ഇൻകമിങ് അല്ല, സൈ ഇൻസിഡന്റ് ആണ് കേട്ടോ. ഇൻസിഡന്റിന്റെ ആണല്ലേ? യെസ് യെസ്. അല്ല, അപ്പോഴും ഇൻസിഡന്റും സ്കാറ്റേർഡും കൂടെ ചേർന്നിട്ടുള്ളതല്ലേ വേവ് ഫംഗ്ഷൻ? അല്ല, ഇതിൽ സ്കാറ്ററിംഗ് ഒന്നുമില്ല. ആയത്തേൽ സ്കാറ്ററിംഗ് ഒന്നുമില്ല. ആയത്തേൽ രണ്ട് സൈഡിലേക്കും പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പം പ്ലെയിൻ വേവ് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ കെ സെറ്റ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ സെറ്റ് എന്നല്ല എഴുതാം. അതേ സാധനമാണ് ഇത്. അതിന്റെ സ്പെറിക്കൽ ഫോർമാറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ സോ അപ്പം സ്കാറ്ററിംഗ് എഫക്ട് വിൽ ബി ഓൺ ദിസ് outgoing only and this incoming will be intact. ഓക്കെ, നോക്കിയതറിയാം നമുക്ക് ഇതിൽ ഇൻകമിങ് വേവും ഔട്ട് ഗോയിങ് വേവും ഉണ്ട്. സോറി, ഔട്ട് ഗോയിങ് വേവും ഇൻകമിങ് വേവും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എ സ്കാറ്ററിംഗ് ഹിയർ then what happens? The outgoing wave will be phase shifted by some amount. Okay, so beta is the change in phase, right? Okay, ഇനി 4.1 നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശരിക്കുള്ള വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. നിങ്ങളിപ്പം ബുക്ക് എടുത്തോ. ഇതാണ് നമ്മുടെ ജനറൽ സ്കാറ്ററിങ്ങിൻ്റെ ചിത്രം. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള വേവ് ഫംഗ്ഷൻ അറിയാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട് ഈ സ്കാറ്ററിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ എഴുതിയത് യു ഓഫ് ആർ വിൽ ബി ഈക്വൽ ടു സം സി സൈൻ കെ ടു ആർ പ്ലസ് ഡെൽറ്റ എന്നാണ് എഴുതിയിരുന്നത്. സി സൈൻ കെ ടു ആർ പ്ലസ് ഡെൽറ്റ അല്ലേ? ഓക്കെ. So what will be this psi of r here? Psi of r will be sum divided by r. C sin k2r plus delta divided by r. Okay. ഇതിനെ ഈ ഒരു വേവ് ഫംഗ്ഷനെ ഈ ഒരു വേവ് ഫംഗ്ഷന്റെ ഫോമിലേക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. Because this is a sine, ശ്രദ്ധിക്കേ, this is a sine function. Okay, so you can of course express this into some e raised to sine theta എന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം, equal to some e raised to I theta minus e raised to minus I theta divided by 2i എന്നുള്ള ഫോമിൽ എഴുതാം അല്ലേ? അങ്ങനെ എഴുതുന്ന സമയത്ത് അത് ഏകദേശം എന്തിൻ്റെ ഫോമിലേക്ക് മാറും? ഈ ഒരു ഫോമിലേക്ക് മാറും. ഓക്കെ, സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ബീറ്റ ആൻഡ് ദിസ് ഡെൽറ്റ. അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, so just try. ഇങ്ങോട്ട് പറയണോ? ഓക്കെ, ഇപ്പം ഇവിടെ എഴുതിയത് ജനറൽ ആയിട്ട് സ്കാറ്ററിംഗ് വേവ് ഫംഗ്ഷൻ, സ്കാറ്റർഡ് വേവ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ് എഴുതിയത്. ഓക്കെ, psi of r equal to some outgoing wave has some phase shifted and incoming wave is intact. ഓക്കെ, നമുക്ക് സ്കാറ്ററിംഗ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് സി സൈൻ കെ ടു ആർ പ്ലസ് ഡെൽറ്റ ബൈ ആർ ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റി എഴുതാൻ നമുക്ക് എന്ത് ചെയ്യാം? സൈനിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2 എന്ന് എഴുതുകയാണെങ്കിൽ, ഓക്കെ, so at somehow you can arrange this in terms of this and you can compare directly each and every time, because 1 by r is here and 1 by r and 1 by r here, some e raised to some factor minus e raised to some factor ഇവിടെ ഉണ്ടാവും, ഇതിനും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഒന്ന് ഈ സൈനിനെ ഇതുപോലെ ഒന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയേ. ഓഫ് കോഴ്സ് സി ഈസ് ഹിയർ and everything. Okay, okay sir. ഇത് എഴുതിയാൽ ഏകദേശം അത് ഇങ്ങനെ ആയിരിക്കും വരാം. സംതിങ് ലൈക്ക് സി ബൈ 2i into e raised to I kr plus delta by r minus e raised to minus I kr plus delta by r. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഔട്ട് ഗോയിങ്ങിന് ഫേസ് ഷിഫ്റ്റ് പാടില്ല അല്ലേ? ഇതൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, സി ബൈ 2i ഇൻറ്റു pulling out some e raised to minus I delta. So what will be remaining? So e raised to I kr അല്ലേ? ഇതൊന്നൊരു മൈനസ് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ സോ യു ഹാവ് പ്ലസ് 2 delta minus this will be e raised to minus I kr. Of course there's an r here.
മനസ്സിലായോ? കിട്ടിയോടോ? So now you can compare. എന്തൊക്കെ കമ്പയർ ചെയ്യാം? കേട്ടില്ല. കൂടെ വേണ്ടേ നല്ല കമ്പയർ ചെയ്യാൻ പറ്റും. എന്തും കൂടെ വേണ്ടത്? ഡിവൈഡ് ബൈ 2k എന്നല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ മുഴുവനായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. കോഎഫിഷ്യന്റ് മുഴുവൻ കമ്പയർ ചെയ്യാം. a/2ik ക്യാൻ ബി റിട്ടേൺ ആസ് c/2i raised to minus i ഡെൽറ്റ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് a കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ എഴുതാം. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഫാക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് ഫാക്ടർ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് a ഇൻ ടേംസ് ഓഫ് k, c ആൻഡ് ഡെൽറ്റ. ഓക്കെ, ഇങ്ങനെ കിട്ടും. a എന്ന് പറയുന്നത് k ഇൻറ്റു c ഇൻറ്റു e raised to minus i ഡെൽറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? അതേപോലെ ഇവിടുത്തെ 2 ഡെൽറ്റേനെയും ബീറ്റേനെയും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബീറ്റ is equal to 2 ഡെൽറ്റ. ഇവർ എവ്രിവർ ഹിയർ ദിസ് ഡെൽറ്റ ഈസ് നോട്ടഡ് ആസ് ഡെൽറ്റ 0 എന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എഴുതുന്നത് ഡെൽറ്റ 0 എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഡെൽറ്റ 0 എന്ന് എഴുതുന്നത് ആർക്കെങ്കിലും അറിയോ? ഇവിടെയൊക്കെ നമ്മൾ ഡെൽറ്റ 0 എന്നാണ് കാണിക്കുക. വൈ ഇറ്റ് ഈസ് റിട്ടേൺ ആസ് എ ഡെൽറ്റ 0? എന്തുകൊണ്ടാണ് അതിന് ഡെൽറ്റ 0 എന്ന് വിളിച്ചിട്ടുണ്ടാവുക? Because this is the result we obtained from the low energy scattering. Low energy scattering means L equal to 0 scattering. Okay, so the general notation of delta is delta L. Like partial wave il anganeyana nammal idu phase shift for a Lth wave. Okay, so that is for the 0th wave, delta 0. Okay, so in the final expression you have something like a delta 0 instead of delta because of that is the phase shift for L equal to 0 wave. Okay, ശരി. ഇനി നിങ്ങൾക്ക് ഇപ്പം ഡെൽറ്റ 0 കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദ ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ okay, so from the phase shift we can write the total scattering cross section. ഈ ഒരു സെക്ഷൻ ട്രെയിൻ കുറച്ചും കൂടെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റിൽ നിന്ന് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എടുക്കുക എന്നുള്ളത്. ആൻഡ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഔട്ട് ഓഫ് അവർ ക്വാണ്ടം മെക്കാനിക്കലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള അസംഷൻ എടുക്കുക. കാരണം അതും കൂടി ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഭയങ്കര ലെങ്തി ആയിട്ട് നമുക്ക് പോകും. ഓക്കെ, സോ അത് നമ്മൾ തൽക്കാലം എടുക്കുന്നു. ട്രൈ ടു റൈറ്റ് നോട്ട് എ സെക്കൻഡ്. ഫോർ പൈ ബൈ കെ സ്ക്വയർ. So that is it is നമുക്ക് പണ്ട് അറിയാം, that is sigma which is equal to 4 pi by k square summation of L equal to 0 to infinity 2L plus 1 into sin square delta L എന്നാണ് നമ്മുടെ ശരിക്കുള്ള എക്സ്പ്രഷൻ. ഓക്കെ, so if you have instead of delta L here it is L equal to 0, so what happens, the summation will go and this will be equal to simply 4 pi over k square
sine square delta 0. So that is sigma sine square delta 0. Okay. ഇങ്ങനെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി എത്രയാണ് ഈ സിഗ്മ എന്നുള്ളതിനെ കുറിച്ച് സോ വാട്ട് ആർ ദി തിങ്സ് വി നീഡ് കെ അല്ലേ? കെ വേണം. ഓക്കെ, ഏത് കെ ആയിരിക്കും വരിക? ഇതിലൊരു കെ എഴുതിയിട്ടില്ല ഞാൻ. കെ ഈ കെ ഏതായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് മസ്റ്റ് ബി മൈ കെ? ഓക്കെ, ആ കെ എന്ന് പറയുന്നത് ഈ കെ ആയിരിക്കും അല്ലേ? ഇവിടെ നിന്നാണല്ലോ കെ വരുന്നത്. നോക്ക് ഈ കെ ആയിരിക്കും. ഓക്കെ, ഈ കെ എന്ന് വെച്ചാൽ ഏതാണ്? ഇവിടെ നിന്നാണ് ആ കെ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കെ, ദിസ് ഈസ് ദ കെ, ദിസ് ഈസ് ദ കെ, ആൻഡ് ദാറ്റ് കെ ഇസ് റിലേറ്റഡ് ടു K2. അത് K2 ആണ് ശരിക്കും അല്ലേ? ഇവിടെ നമ്മൾ കെ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി ദാറ്റ് കെ ഇസ് K2 അല്ലേ? K2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ബാക്കിലേക്ക് നോക്കണം. K2 എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സെക്കൻഡ്. എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. K2 തന്നെ, തർക്കമൊന്നുമില്ല. ഓക്കെ, so the L equal to 0 phase shift is directly related to the probability of scattering to the okay. So what we are going to do is I will write. Okay, so we can evaluate delta 0 from our simple square well model. Simple square well model, and then we can compare it with the experimental result. ഇതാണ് ഞാൻ നേരത്തെ എഴുതിയത്, experimental results. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡെൽറ്റ സീറോനെ നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ സീറോ കണ്ടുപിടിക്കുന്നത് പഴയ ഒരു ഇക്വേഷനിൽ നിന്നാണ്. നമ്മൾ അന്നൊരു ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ എഴുതി അല്ലേ? ഈ ചാപ്റ്റർ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം എഴുതിയിരുന്നു. സോ ദിസ് ഈസ് അവർ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്നാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഡെൽറ്റനെ കിട്ടുന്നത്. ഫോർ എ ഗിവൺ ഇ V0 and R, we can in principle solve for delta, and from this delta we write the sigma and this experimental. അപ്പോൾ ആ സിഗ്മയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ആ സിഗ്മ എക്സ്പെരിമെന്റലായിട്ട് കമ്പയർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇയും V0യും ആറും കൊടുത്തിട്ട് ഇവിടെ ഈ ഡെൽറ്റയെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. യു ഹാവ് എ K2 cot K2R plus delta which is equal to K1 cot K1R. Okay, and how we can relate these values, because K2 contains energy E, K1 contains energy and potential. Okay, and this we can find out this delta. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോന്നിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഫ്രം ദിസ് ഇക്വേഷൻ, സോ
അപ്പം അതിൻ്റെ മുഴുവൻ കാൽക്കുലേഷനും എഴുതണ്ട. ഏകദേശം നമ്മൾ എടുക്കുന്ന എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ 10 KeV ആണ്. 10 KeV. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയായിരുന്നു നമ്മുടെ ലിമിറ്റ് എത്രയായിരുന്നു? 20 MeV അല്ലേ? 20 MeV-നെക്കാട്ടിയും ഓഫ് കോഴ്സ് ചെറുതാണ് 10 KeV എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു. V0 എന്ന് പറയുന്നത് ഓർ ഈക്വൽ ടു V0 എന്ന് പറയുന്നത് 35 MeV ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് K1 K2 കണ്ടുപിടിക്കാം. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ പറയുന്ന ഫേസ് ഷിഫ്റ്റ് കണ്ടുപിടിക്കാം. ആ ഫേസ് ഷിഫ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് എഴുതാം? സിഗ്മ എഴുതാം. ഓക്കെ, ആൻഡ് ദാറ്റ് സിഗ്മ അതിൻ്റെ ഇടയിൽ എത്രയാണ് ഫേസ് ഷിഫ്റ്റ് കിട്ടിയതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഇതെല്ലാം കൊടുക്കുമ്പം ഇൻ പ്രിൻസിപ്പിൾ യു ക്യാൻ ഫൈൻഡ് ഡെൽറ്റ ആൻഡ് ഇൻ ഫ്രം ഡെൽറ്റ യു ക്യാൻ ഫൈൻഡ് K. ഓക്കെ, ആ സോറി ഇയുടെ വാല്യൂ V0യുടെ വാല്യൂ ആറിൻ്റെ വാല്യൂ കൂടെ വേണമല്ലേ? ആറിൻ്റെ വാല്യൂ എത്ര കൊടുക്കുന്നത്? ആറിൻ്റെ വാല്യൂ maybe 1 Fermi. Okay, so maybe some 1 Fermi also. Okay, in the range of Fermis. Then you will get sigma, the total scattering cross section, equal to 4.6 barns. മാത്രം ഓർത്താൽ മതി. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന വാല്യൂസൊക്കെ വേണം. ഇയുടെ വാല്യൂ അത് നമ്മൾ കൊടുത്തു, വിച്ച് ഇസ് ഫാർ ബിലോ 20 MeV, ദറ്റ് ഇസ് 10 KeV. V0 വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സോൾവ് ഫോർ ഡെൽറ്റ. ഡെൽറ്റയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനിയാണ് വി ആർ മാച്ചിങ് ഇറ്റ് വിത്ത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ്. ഓക്കെ, എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഗ്രാഫ് ഓക്കെ, എന്താണ് ഗ്രാഫിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഇൻ ബാൺസ് വേഴ്സസ് kinetic energy of this particle. Okay, so at low kinetic energy this is ഈ ഒരു റേഞ്ചിലാണ് വരിക നമ്മുടെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടെ എനർജി കൂടി കഴിഞ്ഞാൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഇങ്ങനെ കുറഞ്ഞ് ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് ലോ എനർജിയാണ്. ഈ ലോ എനർജിയിലുള്ള ഈ വാല്യൂ സിഗ്മ എന്നുള്ള വാല്യൂ ഇഫ് ഇറ്റ് ഈസ് 4.6 ഓർ റിലേറ്റഡ് അല്ലേ, ഈ പറഞ്ഞ ഇതൊക്കെ ലോ എനർജി ബാരിയറിൽ വരുന്നതാണ്. ഇതൊക്കെ ലോ എനർജി റെജീമാണ്. ലോ എനർജി റെജീമിൽ വരുന്ന ഇവരൊക്കെ ഈ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമുക്ക് വിചാരിച്ച പോലെ ഇസ് ഇറ്റ് 4.6 ആണെങ്കിൽ ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് 4.6 ബട്ട് ഇറ്റ് ഈസ് 20 ബാൺസ്. ഓക്കെ, so that's the difference. Okay, so the neutron proton scattering cross section at low energy taken from ഏതൊക്കെയോ പേപ്പർ എന്നൊക്കെ ഉണ്ട് ഇവിടെ അഡീഷണൽ റിസൾട്ട്സ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് മച്ച് അവേ ഫ്രം 4.6 അല്ലേ? ഇതേ കണക്ക് പ്രകാരം 4.6 എന്ന് പറയുന്നത് ഇവിടെയാണ് വേണ്ടത്. ഇവിടെയാണ് 4.6 വരിക. സോ ഇവിടെ വരുന്നതിന് പകരം ഇത്രയും വലിയ ഡിഫറൻസ് ഇതിനെങ്ങനെ വന്നു? സോ വാട്ട് വെന്റ് റോങ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ ആൻസർ ഈസ് പറയാം. സോ why the experimental sigma, which is equal to around 20 barns. Okay, right. So sigma experimental is of the order of 20 barns and sigma theoretical is of the order of 4.6 barns. And why this discrepancy? It is because we haven't checked the relative spins of these two particles. രണ്ട് ന്യൂക്ലിയോൺ വരുന്നുണ്ട്. ആ രണ്ട് ന്യൂക്ലിയോണിൻ്റെ സ്പിന്നുകളെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, I have written this scattering in the center of mass. അതുകൊണ്ടാണ് രണ്ട് മൂവ് ചെയ്യുന്ന എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഓറിയൻറ്റേഷൻ ഉണ്ടാവും. രണ്ടും ഹാഫ് സ്പിൻ ആണ്. ഒന്നുകിൽ ഇത് അപ്പ് ഇതും അപ്പ് എന്നുള്ള സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ
they have anti-parallel or they have opposite spins അല്ലേ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ എത്ര കോമ്പിനേഷൻ ഉണ്ട്? ഇറ്റ് ക്യാൻ ഹാവ് ബി അപ്പ് അപ്പ്, അപ്പ് ഡൗൺ, ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഡൗൺ അല്ലേ. ഓക്കെ, അതിൽ 1 0 -1 എന്ന് പറയുന്ന 3 ഓറിയൻറ്റേഷൻസ് ഉള്ളതിനെ നമ്മൾ വിളിക്കുക, വി കോൾ ഇറ്റ്സ് ട്രിപ്ലെറ്റ് കോമ്പിനേഷൻ. ട്രിപ്ലെറ്റ് കോമ്പിനേഷൻ. ഓക്കെ, 0 മാത്രമുള്ള ഒരു കോമ്പിനേഷനെ, 0 മാത്രമുള്ള ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുക ഇറ്റ് ഇസ് സിംഗ്ലെറ്റ്. സിംഗ്ലെറ്റ്. ഓക്കെ, so actually these spin alignments can have either singlet or triplet. Singlet to ആവാം, triplet to ആവാം. ഓക്കെ, സിംഗ്ലെറ്റിനും ട്രിപ്ലെറ്റിനും ശരിക്കും രണ്ട് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ആണുള്ളത്. സിംഗ്ലെറ്റിനും ട്രിപ്ലെറ്റിനും രണ്ട് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ആണുള്ളത്. ഓക്കെ, സിഗ്മ എസും ഉണ്ട്, സിഗ്മ ടിയും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം ആര്? ഈ ടോട്ടൽ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ സിഗ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിന് 3 സ്റ്റേറ്റ് ഉണ്ട്, ഇതിന് 1 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പോൾ 4 എടുക്കുന്ന സമയത്ത് 3 ട്രിപ്ലെറ്റ് ആയിരിക്കും, 1 മാത്രം സിംഗ്ലെറ്റ് ആയിരിക്കും. ഓക്കെ, സോ എ ഗുഡ് കോമ്പിനേഷൻ വിൽ ബി സംതിങ് ലൈക്ക് 3/4 സിഗ്മ ടി പ്ലസ് സം 1/4 സിഗ്മ എസ്. So this is a good approximation. Okay, good approximation. Okay, so നമുക്കിപ്പോൾ കിട്ടിയത് സിഗ്മ ട്രിപ്ലെറ്റ് ആണെന്ന് വിചാരിക്കുക. സിഗ്മ ട്രിപ്ലെറ്റ് വിചാരിക്കല്ല, അങ്ങനെയാണ്. സിഗ്മ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4.6 ബാൺസ് ആണ്. ഓക്കെ, സോ വി ഹാവ് ഇൻ കൺസിഡേർഡ് ദി സിഗ്മ എസ്. ഓക്കെ, ആൻഡ് ദ ടോട്ടൽ സിഗ്മ ഈസ് ടേൺ ഔട്ട് ടു ബി സം 20.4. So can anyone tell me what will be the value of sigma s? പറയാൻ പറ്റുമോ എത്രയാണ്? സിഗ്മ ടിയുടെ വാല്യൂ 4.6 ആണ്. ടോട്ടൽ സിഗ്മയുടെ വാല്യൂ 20.4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സിഗ്മ എസ് ഏകദേശം എത്ര വരും? ഹലോ ഹലോ, പോയാ? 24.6 കേട്ടില്ല. 20 മൈനസ് 4.6 ആയിരിക്കും. പോരാ, ഇവിടെ ഒരു 3/4 1/4 ഇല്ലേ? ഇതാണോ? ഓക്കെ, കണ്ടുപിടിക്കേണ്ടി വരും. യെസ്, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചേ. So that is 20.4 is equal to 1/4 into some factor plus 3/4 into 4.6. So find that factor. So we will get 7 points up. എത്രയാണ്? 67 Yes, exactly. So we'll get sigma s is equal to 67.8 barns. Okay, whereas sigma t is equal to just 4.6 barns. നോക്കൂ, ഈ രണ്ട് ന്യൂക്ലിയോൺസുകളുടെ സ്പിന്നുകൾ വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനിലെ വ്യത്യാസമാണ് ഈ കാണുന്നത്. ഓക്കെ, സിംഗ്ലെറ്റ് എന്ന് പറയുന്ന സമയത്ത് റിലേറ്റീവ് സ്പിൻ ഇസ് ഈക്വൽ ടു 0 ഓ സിംഗിൾ ഓറിയന്റേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഇസ് 67.8 ബാൺസ്, ക്വൈറ്റ് ലാർജ്. ആൻഡ് ഇഫ് their spins are this format having 3 orientations, then it is just only 4.6 bonds. Okay, so it strongly suggesting that the nuclear force a spin dependent quantity. Okay, so this strongly force that nuclear force is spin dependent. ഇതാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ. ഓക്കെ,
അപ്പം ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വെച്ച് ചെയ്തിട്ട് ഇവിടെ കുറച്ചും കൂടെ സ്റ്റെപ്സ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് എസെൻസ് ഓഫ് ദിസ് ഇസ് ലൈക്ക് ദാറ്റ്. if you have the relative spin of these two particles, അത് നോക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇവിടുത്തെ ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ആണ് ആരെ മാറ്റുന്നത്, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ മാറ്റുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കാറ്ററിംഗ് കൂടുതൽ കിട്ടും, അത് കുറയുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്മോളർ സ്കാറ്ററിംഗ്. ഓക്കെ, സോ ദാറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ this scattering cross section, this spin orientations. Okay, so ഇവിടെ ഈ രണ്ട് പാർട്ടിക്കിളിനെ ഈ സ്കാറ്റർ ചെയ്യുന്ന ഈ ഫോഴ്സ് എന്ന് പറയുന്നത് definitely we are taking a neutron and proton, so there is no electrostatic force at all. So the entire force is nuclear, and that nuclear is spin dependent force എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, യു ട്രൈ ടു റീഡ് ദിസ് പേജ്. നമ്മൾ ഇതുവരെയുള്ള ന്യൂക്ലിയോൺ സ്കാറ്ററിങ് ഇതുവരെയുള്ളതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് കുറേ സ്റ്റെപ്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ന്യൂക്ലിയർ എസെൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. സാർ ഈ പേപ്പർ പഠിക്കാനേ യെസ് ടെക്സ്റ്റ് വായിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇനി അതിന് നോട്ട് വായിച്ചാൽ പോരെ? മതി, നിങ്ങളുടെ ഇഷ്ടം. ടെക്സ്റ്റ് കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. ടെക്സ്റ്റ് വായിക്കാനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ നോട്ട് വായിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെക്കാം. ഓക്കെ, എപ്പോഴെങ്കിലും സമയം കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയല്ലേ, ചിലപ്പോൾ ഇന്ന് ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറിൽ നടക്കുമോ, അത് അങ്ങനെ വേറൊരു അങ്ങനെയുണ്ടല്ലോ. പെട്ടെന്ന് അങ്ങനെ തന്നെയാണല്ലോ ഇതുവരെയുള്ള ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ പറഞ്ഞിരുന്നത്.